ഭൂഗോളത്തിന്റെ ഇച്ചിരിപ്പിടിയോളം വരുന്ന മലയാളക്കരയിൽ ജനിച്ച് ജീവിച്ച് മലയാളത്തെ വിശ്വത്തോളം ഉയർത്തിയ അതുല്യ പ്രതിഭ വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളവും മലയാളിയുമുള്ള കാലത്തോളം വിസ്മരിക്കപ്പെടാത്ത ഒരു നാമം. അതില് പാത്തുമ്മണ്ടല്ലേ? ഞാൻ ആരെങ്കിലും പാത്തുമ്മനെ കണ്ടിക്കണോ? എവിടുന്ന്? ഇല്ല. ആടനെ കണ്ടിക്കണോ? അതുണ്ട് അല്ലേ? പാത്തുമ്മേന്റെ ആടനെ കണ്ടിക്കണോ? ഇല്ല. പ്രിയപ്പെട്ട കുട്ടികളെ, ദിവസത്തിന്റെ പ്രത്യേകത HM സാർ പറഞ്ഞത് കേട്ടില്ലേ? ആരാണ് ആ സാഹിത്യകാരൻ? ആരാണ് ആ സാഹിത്യകാരൻ? ഇപ്പൊ പറഞ്ഞു, സാറ് പറഞ്ഞൊരു പേരുണ്ട്. എന്താ പേര്? വൈക്കം മുഹമ്മദ് ബഷീർ. ഒന്നുകൂടെ ഉറക്കെന്ന് പറഞ്ഞേ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത മാഷ് പറയട്ടെ. എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു എറുമ്പിനെ പോലും നോവിക്കില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസമായ ജൂലൈ 5 അക്ഷരങ്ങളുടെ സുൽത്താനായ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചുകൊണ്ട് ഷോളയൂര് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളിലൂടെ നമുക്കൊന്നു കടന്നു ചെല്ലാം. എഴുകോളൂ. ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കാണിച്ചു കൊടുക്കണ്ട, മാർച്ച് പിടിച്ച് എഴുതുക. ഇത് ജൂലൈ 5 എനിക്കറിയില്ലല്ലോ. നിനക്കറിയോ? ബഷീർ ദിനമോ? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ്. അദ്ദേഹം ഈ കാലഘട്ടങ്ങൾക്കിടയിൽ കുറെ കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. നിനക്കറിയാമോ? അറിയില്ല. ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചേ. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എന്റുപ്പാപ്പക്ക് ഒരു ആനയുണ്ടായിരുന്നു, മാന്ത്രിക പൂച്ച, താര സ്പെഷ്യൽ, ശബ്ദങ്ങൾ, മതിലുകൾ, താഴെ കുറെ കഥകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ജന്മദിനം, വിശപ്പ്, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭൂമിയുടെ അവകാശികൾ, വിഡ്ഢികളുടെ സ്വർഗം. സാധാരണക്കാരുടെ ഭാഷയിൽ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്നൊരു ചെറുകഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു നാടകാവിഷ്കാരമാണ് അടുത്തത്. 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇത് അവതരിപ്പിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ കഥകളിലൊന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായാണ് ഈ കഥ ബഷീർ പറയുന്നത്. ഒരു സാധാരണ പാചകത്തൊഴിലാളിക്ക് ഒരു ദിവസം മൂക്കിന് നീളം വയ്ക്കുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ പരമ്പരകളുമാണ് ഈ കഥയിലെ ഇതിവൃത്തം.